തിരുവനന്തപുരത്ത് വളർത്തുനായയുടെ ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. ശ്രീകാര്യം പോങ്ങുമുങ്ങ് സ്വദേശി അന്ന മരിയയ്ക്കാണ് നായയുടെ കടിയേറ്റത്. സമീപവാസിയായ കബീർ എന്നയാളുടെ വീട്ടിൽ വളർത്തുന്ന ബെൽജിയം മരിനോയിസ് ഇനത്തിൽപ്പെട്ട നായയാണ് കുട്ടിയെ ആക്രമിച്ചത്. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് നായയുടെ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നും മടങ്ങുമ്പോഴായിരുന്നു +2 വിദ്യാർത്ഥിയായ അന്ന മരിയയ്ക്ക് നായയുടെ കടിയേറ്റത്. ഗേറ്റ് ചാടിയെത്തിയ 2 നായ്ക്കൾ അന്നയുടെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന വിദേശ ഇനം ബെൽജിയം മാലിനോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് കുട്ടിയെ കടിച്ചു കീറിയത്. അതിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തള്ളി വിട്ട് നോക്കും, പക്ഷെ പോയില്ല. അവസാനം ഞാൻ നല്ലപോലെ തള്ളി ആൾക്കാരെല്ലാം വന്ന് അതിനെ അടിക്കാൻ വന്നു. അപ്പോൾ അത് വന്ന് എൻ്റെ വയറിൻ്റെ അവിടെ കടിക്കാൻ വന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചത്. എന്നിട്ട് അപ്പോഴത്തേനും കുറേ ആൾക്കാർ വന്ന് അതിനിങ്ങനെ കുറേ അടിച്ചു. അത് ഓടിപ്പോയിട്ട് എൻ്റെ വേറെ 3 ഫ്രണ്ട്സുണ്ട്. ഞങ്ങളെല്ലാം അവിടെയാണ് അവൾ താമസിക്കുന്നത്. അവളുടെ വീട്ടിലോട്ട് കയറിപ്പോയി. ഇവർ 3 പേരും പേടിച്ചിട്ട് ഡോറൊക്കെ അടച്ചിട്ട് പോയി. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അന്ന മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അപകടകാരികളായ നായ്ക്കളെ ഉടമകൾ അലക്ഷ്യമായി അഴിച്ചുവിട്ടതാണ് അപകടത്തിന് കാരണമെന്ന് കുടുംബം പരാതിപ്പെടുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇവിടെ പാലിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. 2 മണിക്കൂറും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്കൂളിലെ എല്ലാ കുട്ടികളും, അതായത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ചു കുട്ടികൾ ആ റോഡിൽ കൂടെ പോകുന്നതാണ്. ആ കുട്ടികളെങ്ങാനുമായിരുന്നു ഈ പട്ടി പിടിച്ചിരുന്നെങ്കിലും പല കഷണങ്ങളായി പോയാൽ. അത്രയ്ക്ക് മാത്രം അഗ്രസീവായിട്ടുള്ള, അതായത് ഇന്റർനാഷണലി ബിൻ ലാദനെ കൊല്ലാൻ വേണ്ടി അമേരിക്ക യൂസ് ചെയ്ത പട്ടിയാണ് ഈ ബെൽജിയം മാലിനോയിസ് എന്ന് പറയുന്ന ഈ പട്ടി. സംഭവത്തിൽ നായയുടെ ഉടമകളായ കബീർ, നയന എന്നിവർക്കെതിരെ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.